ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ലൈക്കും ചെയ്തേക്കണം. ഇത് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിലെ 9ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ സാരിക്കും കർച്ചീഫിന് ചുരിദാറിന് എന്തിനായിരുന്നാലും സൈഡ് ബോർഡറൊക്കെ ചെയ്യാൻ നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ സ്റ്റോണൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക. ഇതൊരു ലീഫ് പോലെയാണ് ഈ ഡിസൈൻ വരുന്നത്, നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ് കണ്ടില്ലേ, ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ലൈൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കുക. ഫുൾ നൂല് വലിച്ചതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ്, ഇത് ഇത്ര ഒരു ഗ്യാപ്പ് വിട്ട് താഴോട്ട് കുത്തിയതിന് ശേഷം റൈറ്റ് സൈഡിൽ ആദ്യം കുത്തിയതിൻ്റെ നേർക്ക് ചെറിയ ചരിവ് പോലെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് അതേ സ്പേസിൽ ആദ്യം കുത്തി അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇതിന് ഇതിൻ്റെ നേർക്ക് ഇതേപോലെ കുത്തിയിട്ട് തൊട്ട് മുന്നേ കുത്തിയില്ലേ ആ ലൈൻ, അതിൻ്റെ ആ ഹോളിൽ കൂടെ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. നൂല് അതിൻ്റെ അടിയിലായിരിക്കണം, കണ്ടില്ലേ, ഇതേപോലെ കിട്ടും. അതുപോലെ ആ ഒരു ഗ്യാപ്പ് വീണ്ടും വിട്ടതിന് ശേഷം തൊട്ട് മുന്നേ ഇതിൻ്റെ നേർക്ക് ഇങ്ങനെ എടുത്ത് റൈറ്റ് സൈഡിൽ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് അതിന് ചേർന്ന് കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. കറക്റ്റ് ആ ഹോളിൽ കൂടെ വരത്തക്ക രീതിയിൽ ഒന്ന് കുത്തിയെടുക്കുക. വീണ്ടും അതേപോലെ ആ ഒരു സ്പേസ് ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ റൈറ്റ് സൈഡ് കുത്തി ദെൻ നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുത്തി ഇങ്ങനെ ആ ഹോളിൽ കൂടെ ഇതുപോലെ ഒന്ന് എടുക്കുക. കണ്ടില്ലേ, ഒരു തണ്ടും ലീഫും പോലെ വന്നില്ലേ. അപ്പോൾ അതേപോലെ ഫുള്ള് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് നൂല് വലിച്ചു കൊടുത്താൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ട് കിട്ടും. പിന്നെ അടുത്തതും ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫ്ലൈ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഇതിലൊരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഈ പിക്ചറിലെ ഫ്ലവറിന് ഈ ഫ്ലവറിന് നമുക്ക് റെഡ് കൊടുക്കാം, ഈ റൗണ്ടിന് വൈറ്റും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിസ്മസിനൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ലതാണ്. റെഡും വൈറ്റും ആകുമ്പോഴത്തേക്ക് നല്ല കിരീടം പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവറിന് റെഡും ചുറ്റുമുള്ള ആ ഒരു റൗണ്ടിന് നമ്മൾ വൈറ്റും കൊടുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്രിസ്മസിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഫെദർ എന്ന് പറയുന്നത് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഡിസൈൻ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലൈയുടെ ഈ രണ്ട് ലീഫ് പോലെ വരുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റോണൊക്കെ വെച്ച് ഈ ഭാഗത്തെല്ലാം സ്റ്റോണൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത്, ഞാൻ വരച്ചപ്പോഴത്തേക്ക് ചെറിയൊരു ചരിവ് വന്നു, ഈ ഭാഗത്തിന് ചെറിയ ചരിവ് വന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.